പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1967 ആണ്ടിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. പാസ്റ്റർ PM ഫിലിപ്പ് സാർ എന്നെ സ്നാനപ്പെടുത്തി. 1968 ശാലേം ബൈബിൾ സ്കൂൾ വടവാതൂരും, 69 എബ്രോൺ ബൈബിൾ കോളേജ് കുമ്പനാട്ടും ദൈവവചനം പഠിച്ചു. ആ സമയത്ത് എനിക്ക് അമേരിക്കയിലുള്ള ഒരു ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് പരേതനായ പാസ്റ്റർ VT തോമസ് അന്ന് ക്രമീകരിച്ചു തന്നു. അങ്ങനെ ആദ്യ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ അമേരിക്കയിൽ പോയി. സിയാറ്റിൽ എന്ന സിറ്റിയിലാണ് ബൈബിൾ കോളേജിൻ്റെ പേര്. സിയാറ്റിൽ ബൈബിൾ കോളേജ് എന്നാണ്. സിയാറ്റിലുള്ള ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ എന്ന ഫിലദൽഫിയ സഭയായിരുന്നു. ആ ലോക്കൽ സഭയുടെ ചുമതലയിലായിരുന്നു ബൈബിൾ കോളേജ്. അവിടെയാണ് സ്നാനപ്പെടുന്നവർ ആഭരണം ഉപേക്ഷിക്കണമെന്നുള്ള നമ്മുടെ നാട്ടിലെ IPCയിലെ പഠനത്തിൽ വ്യത്യസ്തമായിട്ട് ആ ബൈബിൾ കോളേജിലെ ടീച്ചേഴ്സും അവിടുത്തെ സഭയും പഠിപ്പിച്ചിരുന്നത് സ്നാനപ്പെട്ടാൽ മതി, ആഭരണം അതുമായിട്ട് ബന്ധമില്ല, ആഭരണം നീക്കണം എന്നൊരു ഉദ്ദേശം അവിടെ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ അമേരിക്കയിലുള്ള മിക്ക സഭകളിലും വളരെ ചുരുക്കം സഭയിലെ കാണത്തുള്ളൂ സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണമെന്നുള്ള ഉപദേശം. അമേരിക്കക്കാരുടെ വെള്ളക്കാരുടെ സഭകളിൽ അതായിട്ട് എനിക്കറിയത്തില്ല. പഠനം അവിടെ വെച്ച് 1970 ആണ്ടിൽ അവിടെ പഠിച്ച് 72 ആണ്ടിൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ വേല കേരളത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിനോട് പറഞ്ഞു, അമേരിക്കയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ആഭരണം ഊരണമെന്നില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാ: IPCയിലെ പാസ്റ്റർമാരായ PM ഫിലിപ്പ്, TG ഉമ്മൻ, പാസ്റ്റർ KE അബ്രഹാം എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ നീ പഠിപ്പിച്ചാൽ മതി. സാഹിബന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പറയണ്ട. അങ്ങനെ ഞാൻ ആ ചിന്തയിലേക്ക് വന്നു. ഞാൻ പഠിച്ച് മനസ്സിലാക്കി ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിലൊരു പ്രതിഷ്ഠ എടുക്കുകയാണ്. ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചതും. 500-ൽ പരം വിശ്വാസികൾ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭയിലുണ്ട്. ഇവിടെ ഒരാളെപ്പോലും ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ, സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ 5 വൈദികരെ പമ്പാ നദിയിൽ ഇറക്കി വിശ്വാസ സ്നാനം നൽകി. 5 വൈദികർക്കും സഭകളുണ്ട്. അതെല്ലാം പെന്തിക്കോസ് ഉപദേശമുള്ള സഭകളാണ്. അവരോട് ഒന്നും ആഭരണ നിഷേധത്തെക്കുറിച്ച്, ആഭരണം ഉപേക്ഷിക്കണ്ട എന്നോ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ എൻ്റെ ജീവ അനുഭവങ്ങളെക്കുറിച്ച് ഹല്ലേലൂയയുടെ പ്രവർത്തകരും എൻ്റെ സ്നേഹിതനായ അച്ചമുഞ്ഞലന്തൂരും സാങ്കുട്ടിയാക്കോയും വന്ന് സംസാരിച്ചപ്പോൾ ഓരോ ആഴ്ചയിലും ജീവിത അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചെങ്കിലും അവരതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ആഭരണത്തിൻ്റെ വിഷയം വന്ന ഒരു ഭാഗം മാത്രം പെട്ടെന്ന് പെന്തിക്കോസുകാരിൽ പലരെ തട്ടി ഉണർത്തുകയും യൂട്യൂബുകാരും പരിഹാസികളായ ആളുകളും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ആഭരണം ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വേർപെട്ട് കൂട്ടായ്മയെ അടിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പോരുന്ന അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമാണ് എനിക്കിനി ആഭരണം വേണ്ട, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എൻ്റെ ശരീരം ആഭരണം കൊണ്ട് അലങ്കരിക്കേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. ഇതാണ് എൻ്റെ പഠിപ്പിക്കുക. അതിന് വിപരീതമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടവർ
ആവരണം വർജിക്കുക എന്നത് ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനില്ല. നിങ്ങളുടെ പ്രതിഷ്ഠയിൽ നിങ്ങൾ നിലനിൽക്കുക. നിങ്ങളങ്ങനെ പ്രതിഷ്ഠിച്ചവരാണെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ വിഷമമുണ്ടായെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏറ്റവും വലിയ ഭക്തനാണെന്ന് അഭിമാനിച്ച് നടക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പറയണം, ആവരണം ഇടാൻ നോക്കുകയോ, കാരണം എനിക്ക് ഒരു ഇടിവിളയുണ്ട്, ഇടിവിള ഇടണം. ബന്ധിക്കോസുകാരൻ്റെ അകത്ത് അവൻ ആവരണം ഉപേക്ഷിച്ചെങ്കിലും ഇടിവിള കിടക്കുക, ഇടിവിള കയ്യേലിട്ടുകൊണ്ട് നടക്കാനുള്ള മോഹം അവൻ്റെ അകത്തുണ്ട്. പുറമേ അവൻ ആവരണം ഊരിയിരിക്കുകയാണ്. അതൊന്നും ആത്മീയമല്ല, അതെല്ലാം സാത്താന്യമാണ്, ദൈവികമല്ല. ദൈവികമായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഒരാൾ ആവരണം ഉപേക്ഷിച്ചെങ്കിൽ അയാളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമാണ്. എൻ്റെ അഭിപ്രായം അതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മീയ വർധനവ് വരട്ടെ. കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോട്, സ്ഥിരമായ സഹിഷ്ണുതയോടെ ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗോഡ് ബ്ലസ് യു.